ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് കളറുകളെ പറ്റിയാണ്. കളർ മോഡുകൾ, കളേഴ്സ് എന്താണെന്നാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് RGB കളറുകളും CMYK കളറുകളാണ്. അപ്പോൾ എന്താണ് RGB കളർ, എന്താണ് CMYK കളർ, ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം രണ്ട് തരം കളറുകളാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്, RGB കളറും CMYK കളറും. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളൊരു പിക്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ഏത് കളറിലുള്ളതാണ്, RGB ആണോ CMYK ആണോ കളർ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ പേജിൽ ഒരു ഈ പിക്ചർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഈ മേൽഭാഗത്ത് ഇതിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ, RGB ബാർ 8 എന്ന് കിടക്കുന്ന ഇതാണ് നമ്മൾ RGB മോഡാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ RGB ആണ് കിടക്കുന്നതെങ്കിൽ അത് RGB കളറിലുള്ളതായിരിക്കും. അല്ലാതെ ഇവിടെ CMYK എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് CMYK മോഡലുള്ള പിക്ചറായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം RGB എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇത് RGB മോഡലുള്ള ഒരു പിക്ചറാണ്. അതായത് നമ്മൾ കൂടുതലും നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ RGB ഇമേജുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കുന്ന, നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ RGB ഇമേജാണ്. RGB ഇമേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും RGB ഇമേജിൽ വരുന്നത്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളുടെ ഒരു മിക്സാണ് RGB എന്ന് പറഞ്ഞാൽ 3 കളറുകളുടെ മിക്സിനകത്തു നിന്നാണ് പല കളറുകൾ വരുന്നത്. അതാണ് RGB എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പോയി വർക്ക് ചെയ്യുമ്പോഴോ സ്റ്റുഡിയോയിലോട്ടുള്ള വർക്കിനൊക്കെയാണ് RGB കളർ മോഡുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ സ്റ്റുഡിയോയിലേക്ക്, നമ്മുടെ വെബിലേക്ക്, അതുപോലെ ഇപ്പം പുതിയ ഇൻസ്റ്റഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്കൊക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ കണ്ണിന് നല്ല ബ്രൈറ്റ്നെസ് കളറായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് RGB മോഡ്. RGB മോഡ് യൂസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ലൈറ്റ് ഫോട്ടോസ് അറേഞ്ച് ചെയ്യാനായിട്ട്, ഫോട്ടോസിന് വേണ്ടി ഫേസ്ബുക്ക് അല്ല ഇൻസ്റ്റഗ്രാം പോലുള്ള മാധ്യമങ്ങൾക്ക് വേണ്ടി, അതായത് നമ്മൾ വെബിലേക്ക് ഉപയോഗിക്കുന്നതിനൊക്കെ നമ്മൾ RGB മോഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ CMYK ഉപയോഗിക്കുന്നത് എപ്പോഴും പ്രിൻറ്റിങ്ങിന് റിലേറ്റഡ് ആണ്. പ്രിൻറ്റിങ് എപ്പോഴും 4 കളറുകളുടെ മിക്സാണ്. CMYK എന്ന് പറയുന്നത് 4 കളറുകളുടെ മിക്സാണ്. പ്രിൻറ്റിങ്ങിനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രിൻ്റ് ചെയ്തൊരു പത്രം പ്രിൻ്റ് ചെയ്യാനാണെങ്കിലോ ഒരു ബ്രോഷർ പ്രിൻ്റ് ചെയ്യാനാണെങ്കിലോ എന്ത് പ്രിൻ്റ് ചെയ്യാനാണ്, അങ്ങനെ പ്രിൻറ്റിങ് മോഡിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും CMYK മോഡിലിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അതേസമയം നമ്മളൊരു പ്രിൻ്റ്, അതായത് ഫോർ കളർ മെഷീനിൽ അടിക്കുന്നതിനാണ് 4 കളർ ഉപയോഗിക്കേണ്ടത്. അതേസമയം നമ്മളൊരു ലേസർ പ്രിൻ്റ് എടുക്കാൻ പോകാമെന്ന് വെച്ചു, ലേസർ പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് RGB മോഡിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ RGB മോഡ് എന്താണെന്ന് പറയാം. RGB എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പുതിയ ഫയൽ എടുക്കട്ടെ ഞാൻ. RGB എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ R എന്ന് പറയുന്നത് റെഡ് കളറാണ്. റെഡ് കളറിനെയാണ് നമ്മൾ R എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ G ഗ്രീൻ കളറിനെയാണ് G ഉപയോഗിക്കുന്നത്. RGB എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, ബ്ലൂ കളറാണ്. ബ്ലൂവിൻ്റെ ഒരു മിക്സാണ്, ബ്ലൂ കളറാണ് RGB. ഇങ്ങനെ 3 കളർ കൂടി വരുന്ന ഒരു മിക്സാണ് RGB കളർ. R റെഡ്, ഗ്രീനാണ് G, ബ്ലൂ ആണ് P. ഈ 3 കളറുകളുടെ മിക്സ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അതിൻ്റെ മിക്സിങ് എങ്ങനെയാണ്, മിക്സിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് പുതിയ കളറുകൾ കിട്ടുന്നതാണ്. ഇത് കണ്ടോ, ഈ 3 കളർ, റെഡിൻ്റെയും ഗ്രീനിൻ്റെയും ബ്ലൂവും, ഈ 3 കളറുകൾ മിക്സ് ചെയ്യുമ്പോൾ പുതിയ കളർ ഇതിനകത്ത് ആയി വരുന്നുണ്ട്. ആ ഗ്രീനും റെഡും കൂടെ ചേർന്ന് കഴിയുമ്പം ഇവിടെ ഒരു ഓറഞ്ച് പോലെ ഒരു കളർ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ബ്ലൂ കളർ ക്രിയേറ്റ് ആയി. ഇവിടെ ബ്ലൂവും റെഡും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു മജന്ത കളർ ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ് കളറുകളുടെ മിക്സ് വരുന്നത്, RGB കളർ മിക്സ് ആയിട്ട് വരുന്നത്. അതിലൂടെ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തിട്ടിരുന്ന ഈ പിക്ചർ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജാണ്. ഈ ഇമേജിനകത്ത് പല കളറുകൾ ഉണ്ട്. RGB ആണ് നമ്മുടെ മോഡ് കണ്ടുപിടിച്ചു. ഇതിനകത്ത് പല കളറുകളുടെ മിക്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ കളറുകളെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കളറിൽ ഈ പറഞ്ഞ കളറുകളെല്ലാം കൂടെ മിക്സായിട്ട് ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിനെ ഓരോ ചാനലനുസരിച്ച് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിനായിട്ട്
നമ്മുടെ ലെയറിൻ്റെ കൂടെ നോക്കുക, ലെയറിൻ്റെ കൂടെ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഇവിടെ നോക്കുമ്പോൾ അറിയാം RGB എന്ന് പറഞ്ഞ ഒരു ആദ്യമേ കിടക്കുന്ന ലെയർ, രണ്ടാമത്തെ ലെയർ റെഡ്. ആ റെഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ കളർ മാറി. ഇപ്പം നമ്മൾ അതെന്താണെന്ന് ചോദിച്ചാൽ, റെഡ് ആയിട്ട് ഈ ഇമേജിനായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ, റെഡിൻ്റെ എത്ര ശതമാനം ഈ പിക്ചറിലുണ്ടായിരുന്നോ ആ പോർഷൻ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബാക്കി ഒന്നും ഇപ്പോൾ കാണുന്നില്ല. റെഡിൻ്റെ ഏതൊക്കെ പോർഷൻ ഉണ്ടായിരുന്നോ അത് മാത്രമായിട്ടാണ് ഇപ്പോൾ റെഡ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പം ഈ ഇമേജിനകത്ത് ഗ്രീനിൻ്റെ ഇത്രയും പോർഷനാണ്, അല്ലെങ്കിൽ ഇത്ര ശതമാനം ഗ്രീനാണ് ഈ പിക്ചറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ബ്ലൂ സെലക്ട് ചെയ്ത് അതിനകത്ത് കൂടുതൽ ബ്ലൂ ആയിരുന്നതുകൊണ്ട് ബ്ലൂവിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ RGB എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് തിരിച്ച് ഇത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. Ctrl+2, Ctrl+3, Ctrl+4, Ctrl+5. ഇതാണ് RGB മോഡും. RGB മോഡിൽ ഓരോ ചാനലായിട്ട് നമ്മൾ ചാനൽ നോക്കുന്നത് ഇങ്ങനെയാണ്. ഗ്രീൻ ആണോ റെഡ് ആണോ ബ്ലൂ ആണോ എന്ന് നോക്കുന്നത്. അപ്പം RGB എന്നാന്നും RGB മോഡ്, RGBയുടെ പല ചാനലുകൾ ഏതാണെന്നും വ്യക്തമായെന്നും ഞാൻ കരുതുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് CMYK എന്നാണ്. അപ്പോൾ എന്താണ് CMYK എന്ന് പറയാം. CMYK എന്ന് പറയുന്നത് 4 കളറുകളുടെ മിക്സാണ്. ഈ പറയുന്ന പോലെ തന്നെ 4 കളറ്: സിയാന്, യെല്ലോ, മജന്ത. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചർ നോക്കുക. ഇത് സിയാൻ കളറ്, ഇത് മജന്ത കളറ്, ഇത് യെല്ലോ കളറ്, ഇത് ബ്ലാക്ക് കളർ. ഈ 4 കളറുകളുടെ മിക്സിലാണ് പുതിയ വേറെ കളറുകൾ വരുന്നത്. ഇതിൻ്റെ നമ്മുടെ ഓപ്ഷൻസ് ഇതുപോലെ തന്നെ ലെയറിൻ്റെ കൂടെ ചാനൽസ് ഉണ്ട്. ഇനി ചാനൽ ലെയറിൻ്റെ കൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പോയി വിൻഡോയ്ക്കകത്തുനിന്ന് ചാനൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഈ പാലറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ RGB കളർ സെലക്ഷനാണ്. ഇപ്പോൾ ഞാൻ റെഡ് കളർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് റെഡ് ഉണ്ടായിരുന്നത് ഇത്രയാണ്. അതുപോലെ തന്നെ ഗ്രീന്, ഇതിപ്പം കിടക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും കളറുകളുടെ മിക്സാണ് RGB എന്ന്. ഇതിന് ഇനി ചാനലുകളെ പരിചയപ്പെടണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഇമേജ് ഏത് മോഡിലാണ് കിടക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇത് RGB മോഡാണ്. അപ്പോൾ നമ്മൾ RGB മോഡ് ഒന്ന് കൺവേർട്ട് ചെയ്ത് CMYKയിലേക്ക് മാറ്റണം. അതായത് നമ്മളൊരു പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പുതിയ ഫയൽ എടുക്കുമ്പോൾ തന്നെ RGB ആണോ CMYK ആണോ നമ്മൾ ന്യൂ ഫയലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻറ്റിങ് റിലേറ്റഡ് ആണെങ്കിൽ CMYK ആണ്. അപ്പോൾ നമ്മൾ ഈ ഫയൽ ഒന്ന് കൺവേർട്ട് ചെയ്ത്, ഇതിപ്പോൾ RGB മോഡാണ്, RGB മോഡ് ഞാൻ കൺവേർട്ട് ചെയ്ത് CMYKയിലോട്ട് മാറ്റുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇമേജിനകത്ത് ആദ്യം കിടക്കുന്നുണ്ട് മോഡ്, ഇതിൽ പോയിട്ട് CMYK കളർ കണ്ടോ. ഈ CMYK കളറിന് ടിക്കറ്റ് കൊടുത്തു കഴിയുമ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇത് ഓക്കെ കൊടുത്താൽ മതി. അപ്പം ഇത് CMYKയിലോട്ട് കൺവേർട്ടായി. ഇപ്പം നോക്കുക, നമ്മുടെ ഈ ഫയലിൻ്റെ ഇവിടെ ലെയർ 1 CMYK എന്ന് കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഓപ്പൺ ചെയ്ത ഫയലിൽ എങ്ങനെയാണ് RGB എന്നാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ഫയലിൻ്റെ നമ്മുടെ മോഡ് മാറ്റുന്നത്. RGB മോഡും CMYK മോഡാക്കുക മാറ്റുന്നത്. ഇനി ഇതിൻ്റെ ചാനൽസ് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം സിയാൻ കളറിൻ്റെ മോഡ്, മജന്ത കളറിൻ്റെ മോഡ്, യെല്ലോ കളറിൻ്റെ മോഡ്, ബ്ലാക്ക് കളറിൻ്റെ മോഡ്. അങ്ങനെ 4 കളറുകളുടെ മിക്സാണ് CMYK എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഇമേജിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. ഇത് RGB ആണ്. ഇമേജ് പോകുന്നു, മോഡ് സെലക്ട് ചെയ്യുന്നു, CMYK എന്ന് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ചാനൽ നോക്കുമ്പോൾ കാണാം 4 ചാനലുകൾ ഇതിൽ വന്നിട്ടുണ്ട്: സിയാന്, മജന്ത, യെല്ലോ, ബ്ലാക്ക്.
ഇതാണ് കളർ മോഡുകൾ എന്ന് പറയുന്നത്. CMYK ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ 4 കളറുകൾ മിക്സ് ചെയ്ത് വരുന്നു. അപ്പോൾ CMYK എന്ന് പറയുമ്പോൾ RGB കളറിൻ്റെ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകൾ ആയിരിക്കില്ല. കുറച്ചുകൂടി ഡെപ്ത് കുറഞ്ഞ അല്ലെങ്കിൽ ഇച്ചിരി മങ്ങിയ ഒരു കളറായിരിക്കും പ്രിൻറ്റിങ്ങിനായിട്ട് വരുന്നത്. അത് നമ്മുടെ ഈ സ്വിച്ചസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് കാണാം CMYK എന്ന് എഴുതിയിട്ടുണ്ട്, RGB ഉണ്ട്, ഗ്രേ സ്കെയിലുണ്ട്. ഇപ്പോൾ CMYK ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CMYKയുടെ ഓപ്ഷൻസൊക്കെ കുറച്ച് ഒരു ബ്രൈറ്റ്നെസ് കുറഞ്ഞ കളറുകളാണ്. അതേസമയം നമ്മൾ RGB ക്ലിക്ക് ചെയ്താലോ, RGB സെലക്ട് ചെയ്ത് നോക്കാം. RGB മോഡ് എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റ് കളറുകളാണ്. ബ്രൈറ്റ് കളറുകളുടെ ഒരു സെക്ഷനായിരിക്കും RGBക്കകത്ത് കാണുന്നത്. കണ്ടോ, ഇതാണ് RGB CMYKയും. ഇനി നമ്മൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യണം. പുതിയ ഫയൽ എടുക്കുമ്പോൾ, അതായത് എനിക്കൊരു പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പുതിയ ഫയൽ എടുക്കുമ്പോൾ നമ്മൾ കളർ മോഡ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഫയലിനകത്ത് ന്യൂ കൊടുക്കുകയാണ്. ന്യൂ കൊടുക്കുമ്പം ഈ ഭാഗം ഇതാണ് കളർ മോഡ്. RGB ബിറ്റ് മാപ്പ് ഉണ്ട്, ഗ്രേ സ്കെയിലുണ്ട്, RGB ഉണ്ട്, CMYK ഉണ്ട്, ലാബ് കളറുണ്ട്. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് റിലേറ്റഡ് ആണെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത് CMYK കളറാണ്. അതിന് ഓക്കെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ എനിക്കൊരു സ്റ്റുഡിയോയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ലേസർ പ്രിൻ്റ് എടുക്കാനുള്ളത്, അല്ലെങ്കിൽ വെബിലേക്ക് കൊടുക്കാനുള്ളത്, ഇൻസ്റ്റഗ്രാമിലേക്ക് കൊടുക്കാനുള്ളത്, ഫോട്ടോ റീടച്ച് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. RGB കളറാണ്. അതിനുശേഷം ക്രിയേറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ RGB മോഡിലാണ്. ഈ ടൈറ്റിലിൽ കാണാം, പേജിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട് RGB ആണെന്ന്. RGB എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇമേജിൽ പോയി മോഡ് മാറ്റിയിട്ട് CMYKയിലേക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരുമ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ നമ്മുടെ ടൈറ്റിൽ ബാറിൽ ഇത് കൺവേർട്ടായി CMYK എന്ന് വന്നിട്ടുണ്ട്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.